അസ്സലാമലൈക്കും. റമളാനെ വരവേൽക്കാനായിട്ട് റൂം മുഴുവനും ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? നോമ്പിങ് എത്തിയില്ലേ? നമ്മൾ ഇന്നിതാ ഖത്തറിലെ നമ്മളെ കുഞ്ഞു റൂം ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഫിൽറ്റർ ക്ലീൻ ആക്കുക പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് എ സിന്റെ ഫിൽറ്റർ ക്ലീൻ ആക്കാൻ പറ്റും. പക്ഷെ ഓരോരോ എ സിന് ഓരോരോ മെത്തേഡാണ്. ഈ എ സിക്ക് ഇവിടെയാണ് ഓപ്പൺ കണ്ടോ, ഇവിടെ ഓപ്പൺ ആക്കുക കണ്ട, ഇതാണ് ഫിൽറ്റർ. ഫിൽറ്റർ നിറച്ച പൊടിയാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഏകദേശം ഇത് ഫിൽറ്റർ മുട്ടിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഏകദേശം. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഓൾറെഡി ഇതിനകത്തുള്ള പൊടികൾ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു, അതെല്ലാം മുട്ടിയിട്ട് പോക്കിയിട്ടുണ്ട്. അതിന്റെ ശേഷം അതെല്ലാം വെള്ളം അടിച്ചെടുക്കുക. ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് വീണ്ടും മൊത്തം പൊടി ഉണ്ടാക്കുക, ക്ലീൻ ആക്കുക. വെള്ളമൊക്കെ പോയ ശേഷം നമുക്ക് എന്താക്കാം, സെയിം റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എ സിന്റെ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാലും ഒരു ഗൾഫിലാണെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ആക്കണം. നാട്ടിലേക്ക് കൊല്ലത്തിലെല്ലാം ക്ലീൻ ആക്കിയാൽ മതി, വേറെ യൂസിങ് അല്ല. ഇതെല്ലാവരും പലപ്പോഴും ഈ ഫിൽറ്റർ ക്ലീൻ ആക്കാൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മിക്ക പ്രശ്നങ്ങളും വരുന്നത് എ സിക്ക്. ഓക്കെ, ഡൺ. ഇതിങ്ങനെ തുറക്കുക. ഇത് ഫിൽറ്ററാണ്, ഇത് ഫിൽറ്ററാണ്. ഇത് പൊടി ഉണ്ടല്ലേ, വെറുതെ അല്ല എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇത്രയും പൊടി വെറുതെ എൻ്റെ ശ്വാസം മുട്ടൽ മാറാത്ത. നമ്മൾ ഈ നോമ്പിനെ വരവേൽക്കാനായിട്ടൊക്കെ മുഴുവനായിട്ടും വീട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നമ്മളിത് ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നും ഓരോ ദിവസമൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ചെയ്യാൻ. ഇതിന് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല, മടുപ്പും ഉണ്ടാവില്ല. ഞങ്ങളിതിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം കിച്ചണിലുള്ള ഔട്ട് ഫാന് ക്ലീൻ ചെയ്തു ഒരു ദിവസം, വേറൊരു ദിവസമാണ് എ സിയുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ദിവസത്തെ വീഡിയോസ്, ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഒരു കുഞ്ഞു വ്ളോഗ് ആക്കിയതാണ് ഇത്. പിന്നെ ഈ ഒരു ഔട്ട് ഫാന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അത്രയും എണ്ണമെഴുക്കുള്ള ഔട്ട് ഫാന് വെട്ടി തിളങ്ങുന്ന പോലെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ആ വീഡിയോയിൽ ഞാൻ ടിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളേട്ടാ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് കിച്ചണിലെ കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഓൾറെഡി എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവാം. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ കബോർഡ്സൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നോമ്പിൻ്റെ ടൈമിലും പിന്നെ ബലിപെരുന്നാളിൻ്റെ ആ ഒരു ടൈമിലൊക്കെ മാത്രമേ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അഴുക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ചെറുതിലുള്ള സമയത്തൊക്കെ വീട്ടിൽ ബറാത്തിൻ്റെ മുൻപാണോ അതോ ശേഷമാണോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. ആ ഒരു ടൈമിലാണ്, ബറാത്തിൻ്റെ ആ ഒരു ടൈമിലാണ് നമ്മൾ നോമ്പിനെ വരവേൽക്കാനായിട്ട് മുഴുവനായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്യാം. മലപ്പുറം ആ ഒരു ഭാഗത്തൊക്കെ ഇതിന് നനച്ചുള്ളി എന്നെങ്ങാനാണ്ടോന്നും പറയാം അല്ലേ. ഞങ്ങൾ പറയാ സാധാരണ നോമ്പിനുള്ള ക്ലീനിങ് കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയാം. അവിടെ എന്നിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് A to Z എന്ന് പറഞ്ഞതുപോലെ വിൻഡോസ്, ഡോർസ്, ചെയേഴ്സ്, പിന്നെ നമ്മളെ പഴയ മോഡൽ തേങ്ങ ചെറുകുന്ന ചിരവ ഉണ്ടല്ലോ പലയുടെ, അത്, മിക്സി ജാറ്, മിക്സി, പിന്നെ നമ്മളെ എൻ്റെ വീട്ടിൽ കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന വലിയ സൈസിലുള്ള കണിക്കൊന്നയുടെ മരവും പിന്നെ ഈന്തപ്പനയുടെ മരവും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നിറച്ചും പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മെയിനായിട്ടുള്ള എൻ്റെ ജോലി എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലാണ്. നല്ലോണം വെള്ളത്തിൽ സർഫൊക്കെ ഇട്ടിട്ട് അത് കഴുകിയിട്ട് നല്ല വെയിലത്ത് മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെക്കും ഈ ഒരു ഫ്ലവേഴ്സും ചെയറും ചിരവയും മിക്സിയും ഒക്കെ.
ഒക്കെ നല്ല രസമായിരിക്കും. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുറ്റം കാണാൻ നിറയെ സാധനങ്ങളായിരിക്കും. പക്ഷെ അന്ന് ഇവിടെ ഇപ്പം ഖത്തറിലൊക്കെ ഒരു 2 BHK 3 BHK അത്രയൊക്കെ അല്ലേ ക്ലീൻ ചെയ്യാനുള്ളൂ. അത് തന്നെ ഒരു 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് ക്ലീൻ ആക്കുന്നത്. ഇത് പിന്നെ ഉമ്മയും ഉമ്മാമയും ഞാനും ഒക്കെ കൂടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് അതങ്ങ് കഴിയും. ക്ലീൻ ആക്കുന്ന സമയത്ത് കണ്ട നല്ല സുഖനിദ്രയാണ് മൂപ്പറല്ല. ഇപ്പോൾ എണീച്ച് ഇതുവരെ നല്ല ഉറക്കില്ലായിരുന്നു. ഉറങ്ങിണീച്ച പാടുള്ള ഒരു എക്സസൈസായി അല്ലേ. ഇവിടെ എന്തൊക്കെയോ നടക്കണ്ടല്ലോ എന്നാ പറയുന്നത്. മതിയായ ഉറങ്ങി മതിയായ. കിച്ചൻ്റെ കബോർഡുണ്ട് ക്ലീൻ ആക്കുന്നത്. നോമ്പിൻ്റെ മുന്നൊരുക്കായിട്ടുള്ള ക്ലീനിങ് ആണിത്. ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. മൊത്തം ക്ലീൻ ആക്കുന്ന എല്ലാം ക്ലീനാക്കി, കിച്ചൺ മൊത്തം ക്ലീനാക്കി. ഈ കബോർഡ് കബോർഡ് പിന്നെ എല്ലാം നല്ല ക്ലീനായി. അല്ലാതുമ്മോ സ്റ്റൗ ഒക്കെ പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത് എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജും ഞാൻ അത്ര അങ്ങ് അഴുക്കാവാൻ നിൽക്കാറില്ല. പിന്നെ ഇപ്പോൾ അടുത്താണ് ഞാൻ ഫ്രിഡ്ജ് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജസ്റ്റ് ആ ഒരു പുറം ഭാഗമൊക്കെ ഒന്നങ്ങ് തുടച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റൗ ടോപ്പും ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടത് തന്നെയാണ്. അതും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കിയാൽ മതി. ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഇട്ടതുകൊണ്ടാണ് ഇതിലിങ്ങനെ മുഴുവനായിട്ടും കാണിക്കാത്തത്. ജസ്റ്റ് അത് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു സ്റ്റൗ ടോപ്പ് നീക്കിയിട്ട് അതിൻ്റെ ബേക്കിലൊക്കെ അടിക്കാൻ അതും കുറച്ചൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ അങ്ങനെ അതൊന്നും നീക്കിയിട്ടൊന്നും അങ്ങനെ ഡെയിലി ഒന്നും അടിച്ചു വരില്ലല്ലോ. അതും പിന്നെ വാഷിംഗ് മെഷീൻ്റെ ബേക്കും അതൊക്കെയാണ് കുറച്ചൊരു സമയം എടുത്തിട്ട് നല്ലോണം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ റൂമിലത്തെ ആ ഒരു കുഞ്ഞു കിച്ചന് ഇത്രയും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധാരണ ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ അടിച്ചു വരെ. പിന്നെ ഇതൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടാവും അടിക്കാനും തുടക്കാനും ഒക്കെ. അങ്ങനെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ദിവസമാണ് ഞാൻ മുറ്റത്തൊക്കെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കിച്ചണൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും അഴുക്കാവുക കൂടുതലും തറയിലൊക്കെ അല്ലേ. നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നോമ്പിൻ്റെ ഒക്കെ ടൈമിൽ മാത്രം നമ്മൾ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ സർഫും ലിക്വിഡും ഒക്കെ ഇട്ടിട്ട് തേച്ചുരച്ച് തന്നെ കബോർഡൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തറയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. ഒരു 3-4 വെള്ളത്തിലൊക്കെ തുടച്ചതിന് ശേഷമാണ് തറ മുഴുവനായിട്ടും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ കിച്ചണിലുള്ളത്, അതൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലുള്ള സമയത്ത് ആ ഒരു ഫ്ലവേഴ്സും മിക്സി ജാറും കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് തന്നെയാണ് ബോട്ടിൽസും കഴുകാറ്. അതും എൻ്റെ മെയിൻ ജോലിയായിരുന്നു. പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കഴുകുന്നതും ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ആ ഒരു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ മഞ്ഞളും മുളകും മല്ലിയൊക്കെ വേറൊരു പേപ്പറിലോ ഏതെങ്കിലും പ്ലേറ്റിലൊക്കെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ കഴുകിയെടുക്കാറുണ്ടായിരുന്നേ ഞാൻ. പക്ഷേ ഇപ്പോഴ് അധികം അഴുക്കായ ബോട്ടിൽസ് മാത്രം നോക്കിയിട്ട് അതിലുള്ള സാധനമൊക്കെ മാറ്റി കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് പിന്നെ റീഫിൽ ചെയ്തെടുക്കാനേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വേറൊരു ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ദിവസമാണ് നമ്മളെ കിച്ചണിലെ ഷെൽഫൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ അടിച്ചു വാരിയിട്ട് തുടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നിലത്ത് വിരിച്ചിട്ടുള്ള ആ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് മാറ്റും കാര്യങ്ങളൊക്കെ അലക്കാറ്. ഞാൻ ഓൾറെഡി നമ്മൾ ഷൂ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാറ്റും അങ്ങനെ തന്നെയാണ് അലക്കാറ്. പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ നോമ്പിൻ്റെ മുന്നേ ആയിട്ടുള്ള ആ ഒരു മാറ്റൊക്കെ കഴുകിയതിന് ശേഷം ഒന്നിച്ചിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതൊരു വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാമേ. ഇനിയിപ്പോൾ കുറച്ചൊരു 3-4 ബക്കറ്റും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയറൊന്നും ഇതുപോലെ കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഒന്നങ്ങ് തുടച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
നമ്മൾ റൂമിൻ്റെ പുറത്തുള്ള ആ ഒരു സ്റ്റെയർ കേസുമലാണ് ഞാൻ ഈ മാറ്റൊക്കെ എപ്പോഴും കഴുകിയാൽ വിരിച്ചിട്ട് കൊടുക്കാറ്. പിന്നെ ഇത് വാഷിംഗ് മെഷീനിൽ അലക്കിയതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. പിന്നെ ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് നല്ല വെയിലുണ്ടാവും ഈ ഒരു സ്ഥലത്ത്, അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിക്കൊക്കെ വേഗം ഈ ഒരു മാറ്റൊക്കെ ഉണങ്ങി കിട്ടുമേ. പിന്നെ ആ ഒരു ബക്കറ്റും ഡസ്റ്റ്ബിന്നും ഒക്കെ ഇവിടെ തന്നെ കഴുകിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. മുഖം കഴുകി ഫിനിഷ് ആ മതി. വിളിച്ച് മൊഞ്ചനായ ഇനിയിപ്പോൾ ഇൻഷാല്ലാ നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നമ്മളെ ടുട്ടു ആയിട്ട് ഇനി ക്ലീൻ ആണ്ടിക്കണ്ട. അവനെ നല്ലോണം ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മളെ കോഴിക്കൂട് ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിപ്പോൾ അടുത്താണ് പുതിയത് വാങ്ങിയിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ കോഴികളൊക്കെ ആകുന്ന സമയത്ത് അറിയാലോ എളുപ്പത്തിൽ വൃത്തികേടാവും, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മാറ്റൊക്കെ വിരിച്ച് അതിൽ നിറയെ പൂഴിയൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു 3-4 ദിവസം കൂടുന്ന സമയത്തൊന്ന് നന്നായിട്ട് ആ ഒരു പൂഴിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ആ ഒരു വില്ലയുടെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. ഇതും വേറൊരു ദിവസം എടുത്തതാണ്. തെറ്റിപ്പിരിഞ്ഞ് പോയി, തെറ്റിയതാ മൂപ്പറ് കോഴിക്കുട്ടിനെ പിടിക്കുന്ന ഞാൻ തെറ്റിയല്ലേ ഇല്ല, തെറ്റിയതാ മൂപ്പറ്. നീ വരൂല വാ, അതെ കോഴിക്കുട്ടിനെ പിടിക്കുന്ന കൊണ്ട് ഞാൻ അടിച്ചില്ലേ, അതുകൊണ്ട് തെറ്റിപ്പോയതാ. വാ വാടാ, മധുരം വന്നിട്ടുണ്ട്. അങ്ങോട്ട് വരൂല, അങ്ങോട്ട് വരൂല. എല്ലാത്തിനും കാറ്റ് പോയിട്ട്, എല്ലാവരും കാറ്റ് പോയിട്ട് കൂട് നല്ലോണം ക്ലീൻ ചെയ്ത് അങ്ങനെ നോമ്പിന്റെ മുന്നൊരുക്കായിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇറങ്ങണ്ട. ഇത് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ നാട് പോലെ അല്ലല്ലോ, ഇവിടെയൊക്കെ അടച്ചിട്ട് പോലെ താമസിക്കുന്നതാണല്ലോ. ഇവിടെ ഒന്ന് അടിക്കണം, അടിക്കട്ടെ. കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയുണ്ട്. അതുകൊണ്ട് താഴെയൊക്കെ ഇറങ്ങി ചെടിക്ക് നനയ്ക്കുകയും കോഴിക്ക് ഭക്ഷണം കൊടുക്കുകയും കൂട് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുറ്റമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുന്നതാണ്. പിന്നെ ഈ ഒരു മുൻപിൽ കാണുന്ന ഈ ഒരു മുറ്റത്ത് അധികം ആഴിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, കൂടുതലും പൊടിയാണ് ഉണ്ടാവുക. അപ്പോൾ അത് അത്രയേ അടിക്കേണ്ട വരുള്ളൂ. അത് നമുക്ക് ഈ ചെടിയിലിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. അപ്പം മുകളിൽ കാണുന്ന ആ ഒരു ചെട്ടിപ്പൂ വെച്ച വിൻഡോസ് ഉണ്ടല്ലോ, ആ കാണുന്നതാണ് നമ്മളെ റൂം വരുന്നത്. ചെട്ടിയാണ് എൻ്റെ ഹൈലൈറ്റ്, കണ്ട 1 2 3. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ കുഞ്ഞു വീഡിയോ. എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞവരും മുഴുവൻ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. ഇനിയിപ്പം ഇതുവരെ ക്ലീനിങ് ഒന്നും തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നോക്കി കേട്ടാൽ റമലാനിങ് എത്തിയില്ലേ. നമ്മൾ റമലാൻ എന്ന് പറയുന്ന സമയത്ത്, റജബ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ആയിരിക്കില്ലേ. ഒക്കെ ക്ലീനാക്കി നോമ്പിനെ വരവേൽക്കാനായിട്ട്. അപ്പം വേഗം തന്നെ ക്ലീനിങ് ഒക്കെ നടത്തിക്കോളൂ. കഴിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.